നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഉറങ്ങി വന്നപ്പോഴേക്കും അപ്പുറത്ത് കോവിലിൽ നിന്ന് നല്ല ഭക്തിഹാരങ്ങളൊക്കെ കേട്ട് എണീറ്റ് വന്നപ്പോഴേക്കും അടുത്ത പൊങ്കലിൻ്റെ പരിപാടി നടക്കുന്ന ആ ഒരു പറമ്പിൽ നിന്ന് അത്യാവശ്യം നല്ല വിജയ് സോങ്സും വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങിയില്ല കേട്ടോ. ഞാനപ്പോൾ തന്നെ എണീറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നിന്നിട്ട് കോലിടുന്നു കേട്ടോ. പൊങ്കൽ സ്പെഷ്യലാണെന്ന് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ വീട്ടിലും കോലിടുന്നുണ്ട് കേട്ടോ. പല 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 ഡിസൈൻസാണ് കേട്ടോ. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് വരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പല പല കളർ കോമ്പിനേഷൻസ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഞാനൊന്ന് വരക്കട്ടെ എന്ന് വെച്ചിട്ട് പോക്കും ആ ചേച്ചി വേഗം കോലത്തിന് പൊടിയൊക്കെ തന്നിട്ട് ചേട്ടൻ നന്നായിട്ട് വരക്കൂട്ടാ. ചേട്ടൻ ഇങ്ങനെ പൂജക്കൊക്കെ പോകുമ്പോൾ കളമൊക്കെ വരക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നന്നായിട്ട് ചേട്ടൻ വരക്കൂട്ടാ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ കണ്ണമോൻ ഇവിടെ അവിടുത്തെ ഒരു സ്കൂട്ടറായിട്ട് ഡ്രൈവൊക്കെ പോയിട്ടാണ്. ഇവിടെ മിക്ക വീട്ടിലും ഈ ഒരു സ്കൂട്ടർ ഞാൻ കണ്ടിട്ടാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇതിന് അത്യാവശ്യം നല്ല മൈലേജാണെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ച അങ്ങനെ ഞങ്ങൾക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ വീടുകളിലൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ്. എല്ലാ വീട്ടിലും അടിപൊളി കോലങ്ങളാണ് ഇട്ടേക്കണത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളും ആ വണ്ടിയിൽ പോയിട്ട് ഒരു ഡ്രൈവൊക്കെ പോകാമെന്ന് കരുതി. കാരണം രാവിലെ ഇവിടെ ഫുള്ള് കൃഷി തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ രാവിലത്തെ ഒരു വ്യൂ അടിപൊളിയായിരിക്കും എന്ന് പറയും. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കുറേ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണ് പോണത്. പ്രത്യേകിച്ച് ഈ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. നമ്മൾ ഈ വണ്ടിക്കാണ്ട പോണത്. ഏത് രീതിയിൽ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ.